എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 1202 ആണ്ടിൽ, അതായത് 2026-27 കാലഘട്ടത്തിൽ ചതയം നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. രാഹുവിൻ്റെ സ്വക്ഷേത്രമായ കുംഭൻ രാശിയിലെ പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാണ് ചതയം. ഈ വരുന്ന വർഷം വ്യാഴം, ശനി, അതുപോലെ രാഹു, കേതുക്കൾ എന്നീ പ്രധാന ഗ്രഹങ്ങളുടെയൊക്കെ രാശി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ളൊരു മാറ്റങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. തൊഴിൽ രംഗത്തൊക്കെ സ്ഥാനക്കയറ്റം ലഭിക്കുമോ? ബിസിനസ്സിലൊക്കെ വിചാരിച്ച ലാഭമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമോ? അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുമോ? കുടുംബത്തിലും ആരോഗ്യത്തിലും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇവയെല്ലാം വിശദമായി വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വീഡിയോയുടെ അവസാനം ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ മാറാനുള്ള പരിഹാരവും മാർഗവും പറയുന്നുണ്ട്. അതിനാൽ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഈ വർഷത്തെ ഗ്രഹസഞ്ചാരം ഒന്ന് പരിശോധിക്കാം. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഗ്രഹമാറ്റങ്ങൾ വളരെയധികം നിർണായകമാണ്. 2026 ഒക്ടോബർ 31 വരെ വ്യാഴം കർക്കിടകൻ രാശിയിൽ ഉച്ചസ്ഥിതിയിലാണ്. തുടർന്ന് 2027 ജനുവരി 24 വരെ ആ വ്യാഴം ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. അതിനുശേഷം 2027 ജൂൺ 25 വരെ വീണ്ടും തിരിച്ച് കർക്കിടകൻ രാശിയിലേക്ക് വരുന്നുമുണ്ട്. അതിനുശേഷം വീണ്ടും ചിങ്ങൻ രാശിയിലേക്ക് ആ വ്യാഴം രാശി മാറുകയും ചെയ്യും. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കർക്കിടകം 6-ാം ഭാവവും ചിങ്ങം 7-ാം ഭാവവുമാണ്. 6-ാം ഭാവത്തിലൂടെ 7-ാം ഭാവത്തിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കാൻ പോകുന്നത്. 2027 ജൂൺ മാസം വരെ ശനി മീനൻ രാശിയിലെ 2-ാം ഭാവത്തിൽ ഏഴര ശനി കാലഘട്ടമാണ്. അതിനുശേഷം ശനി മേടൻ രാശിയിലേക്ക് 3-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നുണ്ട്. അതോടുകൂടി ഏഴര ശനി തീരുകയുമാണ്. 2026 ഡിസംബർ 5-ന് രാഹു കുംഭൻ രാശിയിൽ, അതായത് ജന്മരാശിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടുന്ന് മകരൻ രാശിയിലേക്ക് 12-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നുണ്ട്. അതേ ദിവസം തന്നെ കേതു ചിങ്ങൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക്, അതായത് നിങ്ങളുടെ 6-ാം ഭാവത്തിലേക്കും രാശി മാറും. ഈ ഗ്രഹസ്ഥിതി നിങ്ങളുടെ ജീവിതത്തിലെ വിവിധ മേഖലകളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് ഓരോ മേഖലയായിട്ട് പരിശോധിക്കാം. ആദ്യമായിട്ട് തൊഴിൽ ബിസിനസ് മേഖലകളെന്ന് പരിശോധിക്കാം. ചതയൻ നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഇതൊരു പരീക്ഷണങ്ങളും അതിജീവനവും ഒക്കെ നിറഞ്ഞൊരു വർഷമാണ്. 2026 ഒക്ടോബർ വരെ വ്യാഴം 6-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ ജോലി സ്ഥലത്ത് ശത്രുദോഷങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മത്സരങ്ങളോ ഒക്കെ നേരിടേണ്ടതായി വരാം. എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ഇവയെല്ലാം മറികടക്കാനും സാധിക്കും. 2026 നവംബർ മുതൽ 2027 ജനുവരി വരെയുള്ള കാലയളവിൽ വ്യാഴം 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ കാലയളവിൽ സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ്, അതുപോലെ പുതിയ തൊഴിലവസരങ്ങൾ എന്നിവയൊക്കെ ലഭിക്കാനും സാധ്യത വളരെയധികം കൂടുതലാണ്. 2026 ഡിസംബറിൽ രാഹു 12-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നുണ്ട്. അപ്പോൾ വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് അനുകൂലമായ ഒരു സമയമാണ്. വിസയുടെയൊക്കെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഇനി ബിസിനസ്സുകാരുടെ കാര്യം നോക്കിയാൽ ബിസിനസ്സിലെ പാർട്ട്ണർമാരുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ ലാഭകരമായി പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന സമയമാണ് വരുന്നത്. പുതിയ ബ്രാഞ്ചൊക്കെ തുടങ്ങാൻ പദ്ധതിയൊക്കെ ഇടുന്നവരാണെങ്കിൽ അവർക്ക് 2027 ഫെബ്രുവരിക്കൊക്കെ ശേഷം നല്ല സമയമാണ്. സാങ്കേതിക വിദ്യ, അതുപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട്, ഫാർമസ്യൂട്ടിക്കൽസ് എന്നീ ബിസിനസ്സിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് മികച്ച നേട്ടങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സാമ്പത്തിക സ്ഥിതി. ചതയ നക്ഷത്രക്കാർക്ക് വരവും ചെലവും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. 2-ാം ഭാവത്തിലാണ് ശനി. 2027 ജൂൺ വരെയുണ്ട് ശനി 2-ാം ഭാവത്തിൽ. അങ്ങനെ ശനി 2-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പണം കയ്യിലൊക്കെ തങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്രതീക്ഷിതമായ ചിലവുകളൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ വന്നു ചേരാം. അനാവശ്യമായ ധൂർത്തുകളൊക്കെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ചിട്ടിയെ, പലിശ ബിസിനസ്, ഷെയർ മാർക്കറ്റിലെ അനാവശ്യ റിസ്കുകൾ എന്നിവയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നത് നന്നായിരിക്കും. സുരക്ഷിതമായ പദ്ധതികളിൽ മാത്രം പണം നിക്ഷേപിക്കുക. 2026 ഡിസംബറിന് ശേഷം കേതു 6-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന പഴയ കടങ്ങളൊക്കെ വീട്ടിൽ തീർക്കാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസവും നൽകും. അതുപോലെ ലോണിനൊക്കെ അപേക്ഷിച്ചവരാണെങ്കിൽ ആ സമയത്ത് ഇത് ലോണും അനുവദിച്ച് കിട്ടുന്നതാണ്. 2027 ജൂണിന് ശേഷം ശനി 3-ാം ഭാവത്തിലേക്ക് രാശി മാറും. അതോടെ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ പൂർണ്ണമായും മാറുകയും
ധനവരവൊക്കെ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ഇനി ചതയം നക്ഷത്രക്കാരുടെ കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 2-ൽ ശനിയും 7-ൽ വ്യാഴത്തിൻ്റെയൊക്കെ സഞ്ചാരം വരുമ്പോൾ സംസാരത്തിലൊക്കെ വാക്കുകൾ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കണം. നിസ്സാര കാര്യങ്ങൾക്ക് പോലും വഴക്കിടാനുള്ള പ്രവണതയൊക്കെ ഉണ്ടാകുന്നതാണ്. എന്നാൽ പരസ്പര വിട്ടുവീഴ്ചയോടെയൊക്കെ മുന്നോട്ട് പോയാൽ കുടുംബത്തിൽ ശാന്തിയൊക്കെ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അവിവാഹിതരായ ചതയ നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെയധികം അനുകൂലമാണ്. പ്രത്യേകിച്ച് 2026 നവംബർ മുതൽ 2027 ജനുവരി വരെയുള്ള സമയം, അതുപോലെ 2027 ജൂണിന് ശേഷവും വിവാഹമൊക്കെ ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഈ സമയത്തൊക്കെ നല്ല ആലോചനകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. അതുപോലെ ദീർഘകാലമായിട്ട് കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്കാണെങ്കിൽ ഈ കാലയളവിൽ അവർക്കും ഒരു സന്തോഷ വാർത്തയൊക്കെ കേൾക്കാനും യോഗമുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കുടുംബത്തിലെ മംഗളകർമ്മങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികൾക്ക് അല്പം ശ്രദ്ധ വേണ്ട സമയമാണ്. മനസ്സൊക്കെ ഏകാഗ്രമാക്കാൻ അല്പം ബുദ്ധിമുട്ടിയേക്കാം. രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഒക്കെ സ്വാധീനം കാരണം പഠനത്തിൽ ശ്രദ്ധക്കുറവൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ കഠിനാധ്വാനമൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ മത്സര പരീക്ഷകളിലൊക്കെ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് 2026 ഡിസംബറിന് ശേഷം കാര്യങ്ങളെ കൂടുതൽ അനുകൂലമാകുന്നതാണ്. ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ടതാണ്. ശനിയുടെ 2-ാം ഭാവസ്ഥിതിയൊക്കെ കാരണം പല്ല്, കണ്ണ്, തൊണ്ട എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അസ്വസ്ഥതകളൊക്കെ വരാം. അതുപോലെ ഗ്യാസ് ട്രബിള്, വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയും ഉണ്ടാകാം. വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നല്ല ശ്രദ്ധ വേണം. അതുപോലെ വ്യായാമമൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുന്നതും നന്നായിരിക്കും. ഇനി ദോഷങ്ങളുടെയൊക്കെ തീവ്രത കുറയ്ക്കാനും ശുഭഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും ചതയം നക്ഷത്രക്കാർ എന്തൊക്കെ പരിഹാരമാർഗ്ഗമാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. രാഹുദോഷത്തിന് നാഗരാജാവിന് 100 പാലും വഴിപാട് നടത്തുന്നത് നന്നായിരിക്കും. അതുപോലെ 7-ര ശനി ദോഷത്തിന് ശനിയാഴ്ചകളിൽ ശാസ്താവിന് എള്ളുതിരി കത്തിക്കുകയോ ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് നടത്തുകയോ ഒക്കെ ചെയ്യുക. അതുപോലെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ശനിദോഷത്തിൻ്റെ കാഠിന്യമൊക്കെ കുറയ്ക്കും. വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുക. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുന്നതും നന്നായിരിക്കും. ഗ്രഹനിലയിൽ ചില തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും ശരിയായ ആസൂത്രണവും ദൈവവിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ 1202-ാം ആണ്ട് ചതയ നക്ഷത്രക്കാർക്ക് വിജയത്തിൻ്റെതൊക്കെ ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.